ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണിക്കുന്നത് കടയിൽ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ വെക്കാൻ വേണ്ടിയിട്ട് ഇവർ ട്രൈ ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ പനിന് കുക്കിംഗ് അറിഞ്ഞൂടാ. അത് മാത്രമല്ല അവനിരുന്ന് കഴിക്കുക മാത്രമല്ലാതെ അവളൊന്നും ഹെൽപ്പ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് യാമും കൂടുന്നുണ്ട്. യാം യോയോട് ചോദിക്കുകയാണ്, നീ ഇവനെ കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഇവൻ കാരണമാണോ നീ ഇപ്പൊ വീട്ടിലോട്ട് തിരിച്ചുകൂടി വരാത്തത് എന്ന് ചോദിക്കുകയാണ്. അവനും പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ യോ പറയുന്നുണ്ടെങ്കിലും അവക്ക് അതൊന്നും വിശ്വാസം വരുന്നില്ല. ഇടയ്ക്ക് ഇവള് അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം മിക്കുള്ള സമയങ്ങളിലും അവൻ പന്നിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയൊക്കെയാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് അവക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ എന്തോ ഒരു ചെറിയൊരു താല്പര്യം പന്നിനോടുണ്ടെന്ന്. അങ്ങനെ ഈ ഒരു പോസ്റ്ററൊക്കെ കണ്ടിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട്. ഇവന്റെ പേരാണ് ഷിൻ. അവൻ വഴിയിൽ കണ്ട പോർക്ക് പ്ലേറ്റ് സൂപ്പ് കടയുടെ എല്ലാ പോസ്റ്ററും ഇളക്കി കൊണ്ടുവന്ന് നമ്മുടെ കായുടെ കൈ കൊടുക്കാണ്. കായ് നിനക്ക് കുക്ക് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവനും കൂടുതലൊന്നും പറയാതെ ചിരിച്ചു കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കുക്കിങ്ങിന് വേണ്ടിയിട്ട് കായ് ഏപ്രിൻ കൊടുക്കുമ്പോൾ ഏപ്രിൻ കഴുത്തിലാണ് ഇവൻ കെട്ടുന്നത്. എന്നിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ഇവന്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് നമ്മുടെ പൻ പറയുന്നുണ്ട്, ഇവൻ എന്നെക്കാട്ടിലും വിയേർഡാണല്ലോ. പന്നിനും അവനെ കൂടുതലായിട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എന്തായാലും നൈറ്റ് ആവാൻ പോവുകയാണ്. പക്ഷെ ഇതുവരെയും അവൻ ഫുഡ് ഒന്നും തന്നെ കുക്ക് ചെയ്തിട്ടില്ല. പന്നിനാണെങ്കിൽ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഞാൻ ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, എനിക്കിപ്പോ നല്ല വിശക്കുന്നുണ്ട്, ഇവൻ എപ്പോഴെങ്ങാണ് കുക്ക് ചെയ്ത് തീരുവോടെ എന്നൊക്കെയാണ് നമ്മുടെ പന്നും വിചാരിക്കുന്നത്. കായും ഇവൻ ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്ന കണ്ടിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഇവൻ വിയേർഡാണ്, പന്നിന് ഇവനെ ഒട്ടും ഇഷ്ടപ്പെടുത്തില്ല. പക്ഷേ ഇവന്റെ ഉള്ളില് നല്ല ഡിറ്റർമിനേഷൻ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവനെ ഹയർ ചെയ്യാണ്. അടുത്ത രംഗത്തില് കിടന്നുറങ്ങുന്ന നമ്മുടെ പന്ന് പെട്ടെന്ന് എന്തോ ഒരു സ്മെല്ല് തോന്നിയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ ആ റൂമിൽ താമസിച്ചിരുന്ന മറ്റേ ചെറുക്കനെ കാണുന്നത്. ഇവന്റെ പേരാണ് സോംചായ്. പന്നിനോട് അവനും നിനക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സെയിം ടൈമില് നമ്മുടെ യോ അവിടെ എത്തുകയാണ്. ഹലോ പറയുന്നത് നമ്മുടെ യോയോടും അവൻ അവന്റെ പേരൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കൈ കൊടുത്തിട്ട് അവനെ സ്മെല്ല് ചെയ്യാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ സ്മെല്ല് നല്ലതാണല്ലോ എന്ന് പറയുമ്പോ പെട്ടെന്ന് തന്നെ നമ്മുടെ പന്ന് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയെങ്കിലും പോകാൻ പോവുകയാണെങ്കിൽ ഇപ്പൊ പോകുന്നതായിരിക്കും നല്ലത്, എനിക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കാനൊന്നും സമയമില്ല എന്ന് പറയുമ്പോ നമ്മുടെ യോ അവിടുന്ന് പോകുന്നുണ്ട്. ഇവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവന്റെ അച്ഛനും കഴിക്കുന്ന സമയത്ത് അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ റെസ്റ്റോറന്റ് എങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോ അവനും പറയാണ്, ഇത് എന്റെ റെസ്റ്റോറന്റ് അല്ല, എന്റെ ഫ്രണ്ടിനെയാണ്, നിങ്ങളോട് ഇതാരാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോ ഞാൻ പറയുന്നുണ്ട്, ഇത് ഞാനാ പറഞ്ഞെന്ന്. ഇത് കേട്ട് നമ്മുടെ യോയും ചോദിക്കുന്നുണ്ട്, എന്റെ കാര്യം എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ടിരിക്കാൻ നിനക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ച് അവന് ദേഷ്യപ്പെടുമ്പോ നമ്മുടെ അച്ഛനും പറയുന്നുണ്ട്, അവള് ചെയ്തതിൽ തെറ്റൊന്നുമില്ല, ഞാനും വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആദ്യമേ നീ ഇവിടുന്ന് പോയി പിന്നീട് ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തു, ഇതൊക്കെ കേട്ട് ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് പറയാണ്. ഞാൻ പറയുന്നുണ്ട്, ഇതൊക്കെ അവന്റെ ആ ഫ്രണ്ട് കാരണമാണ് സംഭവിക്കുന്നതെന്നും. അച്ഛന് പക്ഷേ ഇത് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അച്ഛൻ ചോദിക്കുമ്പോ നമ്മുടെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് യോ അവന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ചു എന്നാണ്. ഇത് കേട്ട് നമ്മുടെ യോവും അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനൊന്നുമില്ല, ഇവള് വേറെ എന്തൊക്കെയോ മണ്ടത്തരങ്ങളിൽ നിന്ന് വിളിച്ചു പറയാണ് എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മുടെ പന്ന അവിടെ എത്തുന്നത്. അങ്ങനെ പന്ന അവിടെ എത്തുമ്പോ യോയുടെ അച്ഛനും അവരുടെ കൂടെ ഇരുന്ന് ലഞ്ച് കഴിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോ യോ ചോദിക്കാണ്, അച്ഛാ നിങ്ങളുടെ കയ്യിൽ ബ്ലഡ് ഉണ്ടോന്ന്. ഇത് കേട്ട് അച്ഛനും ഞെട്ടുമ്പോഴാണ് നമ്മുടെ യോ പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ചത് പോർക്ക് ബ്ലഡ് സൂപ്പാണ് എന്ന് പറയുമ്പോ അച്ഛനും പറയുന്നുണ്ട്, ഓ നീ ബ്ലഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് നിന്റെ ഫ്രണ്ട് വാമ്പയർ ആണെന്ന്. ഇത് കേട്ട് നമ്മുടെ വാമ്പയർ ആയ പന്നും പറയുന്നുണ്ട്, യഥാർത്ഥത്തില് ഞാൻ വാമ്പയർ ആണെന്ന്. അച്ഛനും ഇത് വെറും ഒരു ജോക്കായിട്ട് എടുക്കാണ്. പന്നിനോട് യോ ചോദിക്കുന്നുണ്ട്, എടാ നീ അല്ലേടാ എന്റെ അടുത്ത് പറഞ്ഞ ആരടുത്തും പറയല്ലേന്ന്, ഇപ്പോ നീ എല്ലാരടുത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ അവൻ പറയാണ്, നിന്റെ അച്ഛനല്ലേ ചോദിച്ചാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന്. എന്നിട്ട് അച്ഛനോടും പറയുന്നുണ്ട്, ആരോടും പറയല്ലേ ഞാനൊരു വാമ്പയർ ആണെന്ന്. അപ്പൊ അച്ഛനും, ഓ ഞാനൊന്നും ആരോടും പറയത്തില്ല മോനെ, നീ ഒരു വാമ്പയർ ആണെന്ന്. അങ്ങനെ പിന്നീട് യോയും പന്നും ഒരുമിച്ച് നിൽക്കുന്ന സമയം നമ്മുടെ യോ പന്നിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടാണെന്ന്. അപ്പൊ നമ്മുടെ പന്നം പറയുന്നുണ്ട്, ഞാൻ നിന്റെ സ്മെല്ലിനെ ഫോളോ ചെയ്ത് വന്നതാണെന്ന്. ഇത് കേട്ട് നമ്മുടെ യോയും, ഓ നീ എന്തോ ഒരു ഡോഗ് ആണോ എന്റെ സ്മെല്ലിനെ ഫോളോ ചെയ്ത് വരാൻ? അല്ല നീ എന്തിനാ എന്റെ സ്മെല്ലിനെ ഫോളോ ചെയ്ത് വന്നത്? അപ്പോഴാണ് പന്നം പറയുന്നത്, ആരെങ്കിലും നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നത്. ഇത് കേട്ട യോയും എന്നെ ആരാ ഫോളോ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ പന്ന് പറയുന്നുണ്ട്, ഞാൻ വെറുതെ നിന്നെ ഇതിനകത്തേക്ക് വലിച്ചിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എന്തൊക്കെയുണ്ടെങ്കിലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയാണ്. ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ യോയ്ക്ക് ഒട്ടും തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. അടുത്ത രംഗത്തിൽ നമ്മൾ കാണിക്കുന്നത് രാത്രിയില് നമ്മുടെ യോ ഒറ്റയ്ക്ക് നടന്നു വരുമ്പോഴാണ് നമ്മുടെ സോംചായ് അവനെ വെയിറ്റ് ചെയ്യുന്നത്. സോംചായ് അവനെ പിടിച്ചു നിർത്തിയിട്ട് അവനെ സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, നിനക്ക് നല്ല സ്മെല്ലുണ്ടല്ലോ. ഇതൊക്കെ കേട്ട് നമ്മുടെ യോയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ സംസാരിക്കുന്നത് കറക്റ്റ് പന്നിനെ പോലെയാണ്. എന്നിട്ട് യോയും അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്റെ അടുത്ത് നിന്ന് എന്താ ആവശ്യം എന്ന് ചോദിക്കുമ്പോ അവൻ പറയാണ്, എനിക്ക് പന്നിനെ കാണണമെന്ന്. പന്ന് അവന്റെ റൂമിൽ കാണും അല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ കാണും എന്ന് പറയുമ്പോഴാണ് നമ്മുടെ പന്ന അവിടെ എത്തുന്നത്. അങ്ങനെ പന്നം ദേഷ്യപ്പെട്ടിട്ട് യോയോട് ചോദിക്കുന്നുണ്ട്, മാസ്റ്റർ യോ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ സോംചായ് പറയുന്നുണ്ട്, ഞാനാണ് അവനെ നിർത്തിയത്, ഞാനിപ്പോ അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇവരൊരു വഴക്കിലേക്ക് പോകുമോ എന്ന് പേടിച്ചിട്ട് പന്നിനോട് യോ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, സോംചായ് എന്നൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് സംസാരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോ നമ്മുടെ പന്ന പറയുന്നുണ്ട്, നീ ഇപ്പൊ ഇവിടുന്ന് പോ, എനിക്ക് സോംചായ് ആയിട്ട് ഒന്ന്
സംസാരിക്കണമെന്ന്. അങ്ങനെ യോയും അവിടുന്ന് പോവുകയാണ്. ഇവര് മൂന്നുപേരും സംസാരിക്കുന്നതൊക്കെ നമ്മുടെ യോയോട് അന്ന് സംസാരിച്ച ലേഡി കാണുന്നുണ്ടായിരുന്നു. വീണ്ടും ആ ലേഡി യോയെ വിളിച്ചോണ്ട് പോയിട്ട് അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോംജായി ആണ് ആ റൂമിൽ മുന്നേ താമസിച്ചിരുന്നതെന്ന്. അങ്ങനെ അന്ന് രാത്രിയില് യോ ആണെങ്കിൽ ആ ആന്റി പറയുന്നതൊക്കെ ആലോചിച്ചിട്ട് പേടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കതവില് തട്ടുന്നത്. ഇതാരാ, പന്നാണോ എന്ന് ചോദിക്കുമ്പോ അവനും അതേന്ന് പറയാണ്. അങ്ങനെ അവനും ഡോർ അൺലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പന്നകത്ത് കയറുന്നുണ്ട്. നീ എന്തിനാ ഇവിടെ വന്ന, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവനും പറയുന്നുണ്ട് ഒരു കാര്യമില്ല, നീ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന്. നീ എന്തിനാ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോ അവനും പറയുന്നുണ്ട് ഞാൻ നിന്നെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാമെന്ന്. കേട്ട യോയും ചോദിക്കാണ് ഇന്ന് രാത്രി ഫുള്ള് നീ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ഉറങ്ങുന്നത് എന്ന് ചോദിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ പന്നം പറയുന്നുണ്ട് അതുകൊള്ളാം, അപ്പൊ ഞാൻ നോക്കുമ്പോ മാത്രമേ ഉള്ളൂ പ്രശ്നം. ഈ റൂമില് ഡെയിലി നീ ഉറങ്ങുമ്പോ നിന്നെ നോക്കൊണ്ട് ആ പ്രേതം ഇരിപ്പുണ്ടല്ലോ, അതിനൊന്നും കുഴപ്പമില്ലേ എന്ന് ചോദിക്കാണ്. എന്തായാലും നീ ഇപ്പൊ ഉറങ്ങ്, എനിക്ക് ഒട്ടും തന്നെ ഉറക്കം വരില്ല, ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരുന്ന് പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറയുമ്പോ നീ എന്നെ ആരിൽ നിന്നും ആ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് യോ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് കൂടുതൽ ഉത്തരവൊന്നും അവൻ കൊടുക്കുന്നില്ല. ദേഷ്യത്തില് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവനും കിടന്നുറങ്ങാൻ പോവാണ്. അങ്ങനെ പന്നം പെട്ടെന്ന് അവന്റെ അടുത്ത് വന്നിട്ട് അവന് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. അവനിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ യോയ്ക്കും നെർവസ് ആവാണ്. അങ്ങനെ പിന്നീട് നെക്സ്റ്റ് ഡേയിൽ കാണിക്കുന്നത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ താ കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പന്നിനെ നോക്കുന്നതാണ്. ഈ സമയമാണ് നമ്മുടെ പന്നന്റെ ചെസ്റ്റില് ആ ലോക്കറ്റിന്റെ സെയിം ഷേപ്പില് ഒരു പാട് കാണുന്നത്. അങ്ങനെ അവന് മനസ്സിലാക്കുകയാണ് ആ ലോക്കറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവന്റെ ബോഡി ബേൺ ചെയ്ത് ആ ലോക്കറ്റിനെതിരെ റിയാക്ട് ചെയ്തതാണെന്നും. പിന്നീട് നമ്മൾ കാണിക്കുന്നത് യോ, പൻ, യാം, ബോയ്, ഷിൻ ആൻഡ് കൈ ഇവർ 6 പേരും കൂടെ ടെമ്പിളിൽ എത്തുന്നതാണ്. യോയ്ക്ക് ഇപ്പൊ വെക്കേഷൻ ആണ്, അതുകൊണ്ടാണ് ബോയിയും കൂടെ കൂട്ടിയിരിക്കുന്നത്. ടെമ്പിളിലേക്കാണ് വന്നതെന്ന് മനസ്സിലാക്കിയ ബോയിയും അവനോട് ചോദിക്കുന്നുണ്ട് എടാ ഞാൻ ആ ലൂയിസും പാക്കും വിളിച്ചിട്ട് അവരുടെ കൂടെ പോയില്ല വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ, നിന്റെ കൂടെ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ നിന്റെ കൂടെ വന്നത്, അപ്പതാ നീ എന്നെ ടെമ്പിളിലോട്ട് കൊണ്ടുവന്നേക്കുന്നു, ഇതിലും ഭേദം അവർ രണ്ടുപേരുമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ യോ അവളോട് പറയുന്നുണ്ട് ആക്ച്വലി ഞാൻ ടെമ്പിളിലേക്ക് വന്നിരിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഒന്നാമത്തേത് നമ്മുടെ പന്നിന് ടെമ്പിളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് ടെസ്റ്റ് ചെയ്യണം, കാരണം അവനൊരു വാമ്പയർ അല്ലേ, അപ്പൊ ടെമ്പിളിലേക്കൊന്നും അവന് കയറാൻ സാധിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. രണ്ടാമത്തേത് നമ്മുടെ റെസ്റ്റോറന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിക്കാനായിട്ട്. പന്നിന്റെ കാര്യത്തില് നമ്മുടെ യോ ചിന്തിക്കുന്നത് പോലെ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ടെമ്പിളിലെത്തിയിട്ട് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അവന് ഭയങ്കര ഫണ്ണായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അവന്റെ ബോഡിയിൽ നല്ല ചൂട് തോന്നിക്കുന്നുണ്ട്. അവനൊരു AC യോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പിന്നീട് ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. സംസാരിച്ച് ഇതിനിടയിൽ നമ്മുടെ പന്നിനോട് യോ അവന്റെ ചെസ്റ്റിലുള്ള ആ മാർക്കിനെ പറ്റി ചോദിക്കുമ്പോ ഒന്നും അല്ല എന്ന് അവൻ പറയാണ്. നിനക്ക് ആ ലോക്കറ്റ് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പോഴൊന്നും അത് ഇട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല എന്ന് അവൻ പറയുമ്പോ അത് നീ എനിക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ, അപ്പൊ ഞാൻ അത് ഇടണം എന്നും നമ്മുടെ പന്ന് പറയാണ്. ഇത് കേട്ട നമ്മുടെ യോയും അവൻ കൊടുത്ത ഗിഫ്റ്റ് പന്നിന് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി അവനും ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് പന്നിനോട് പറയുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ കുറെ നാളായിട്ട് നിന്നെ ഡൗട്ട് അടിച്ചിരിക്കുകയായിരുന്നു, നീ യഥാർത്ഥത്തില് വാമ്പയർ ആണോ എന്ന്. ഇന്ന് ഞാൻ ടെമ്പിളിൽ കൊണ്ടുവന്നതും അതിന്റെ ഭാഗമായിട്ടാണ്. നിനക്ക് നിന്റെ ബോഡിയിൽ നല്ല രീതിയിൽ ചൂട് തോന്നുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഞാൻ ഏലിയൻസിൽ വിശ്വസിക്കുന്നത് പോലെ വാമ്പയേഴ്സിൽ വിശ്വസിക്കണോ എന്നൊക്കെ ചോദിച്ച് സന്തോഷത്തിലിരിക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവരുടെ ഷോപ്പ് ഒഫീഷ്യലായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യത്തെ കസ്റ്റമറിനെ അടിപൊളിയായിട്ട് വെൽക്കം ചെയ്യാനായിട്ട് ഇവർ കുറെ അധികം കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവർ ക്യൂരിയസ് ആയിട്ട് ആരാണ് ഫസ്റ്റ് വരുന്നതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ആന്റി അവിടെ തൂക്കാനും വേണ്ടിയിട്ട് എത്തുന്നത്. ഇത് കണ്ട് അവർ നിരാശപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് അവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ആന്റി അവരുടെ മെയിൻ ഐറ്റമായ പോർക്ക് പ്ലേറ്റ് സൂപ്പ് കുടിക്കാതെ അതിന്റെ സൈഡിൽ കൊടുക്കുന്ന ചോറാണ് കഴിക്കുന്നത്. ആരും വരാത്തതുകൊണ്ട് തന്നെ ഈ കടയെ എങ്ങനെയെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിൻ ഒരു ഐഡിയ പറയാണ്. ഒരു സോങ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഡാൻസ് കളിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാം, അങ്ങനെ കുറെ ഷെയർ ഒക്കെ ചെയ്ത് എല്ലാവരും ആ ട്രെൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇവര് ഒരു സോങ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാരും കൂടെ സന്തോഷത്തിൽ നിൽക്കുന്ന ഈ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ്. ഇനി നമ്മുടെ ഷിൻ്റെ ഐഡിയ വർക്ക്ഔട്ട് ആയോ, കുറെ ആൾക്കാര് ഇവരുടെ കടയിൽ എത്തുമോ അതോ ഇല്ലയോ എന്നും, പിന്നെ സോംചായുടെ കാര്യം എന്താണ്, അവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിലും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാത്തിരിക്കണം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എത്താനായിട്ട് ഇത്രയും ലേറ്റ് ആകുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ ഞാനൊരു സോറി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഡ്രാമ കൂടി അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എന്ന് പറയുന്ന ഓൺഗോയിങ് ആയിട്ടുള്ള കൊറിയൻ ഡ്രാമയാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ കോമഡിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതും കൂടി കാണണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.